തൃശ്ശൂരിൽ പുലിക്കളിയുടെ ആരവമായിരുന്നെങ്കിൽ അങ്ങ് പമ്പയിൽ അവിടെ ഓളപ്പരപ്പിൽ മറ്റൊരു ആവേശം പോലുണ്ടായിരുന്നു അല്ലേ? പമ്പാ നദിയുടെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയെറിഞ്ഞ ഉത്രട്ടാതി മത്സരം വള്ളംകളിയിൽ എ ബാച്ചിൽ കോയിമ്പ്രം പള്ളിയോടം, ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ചിൽ 33 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളുമാണ് പങ്കെടുത്തത്. ഈ സമയത്തിന് വിലയിരുത്താൻ പറ്റില്ല. അത്ര സുന്ദരമായ ഒരു മത്സരമാണ്. നിങ്ങൾ ഇടനിറച്ച് സത്യമുണ്ടെങ്കിൽ വൈകിട്ട് ഇതാ നദി നിറച്ച് സത്യമുണ്ടെന്നു. എ ബി ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ 49 പള്ളിയോടങ്ങളാണ് പമ്പാ നദിയിൽ മാറ്റുരച്ചത്. ആചാരപ്പെരുമയോടൊപ്പം ദൃശ്യവിസ്മയം തീർത്ത ജലഘോഷയാത്രയ്ക്ക് പിന്നാലെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. എന്നറിയില്ല, ഏതായാലും ഒപ്പത്തിനൊപ്പം കാണികളുടെ മുത്തിക്കൂടകളൊക്കെ കറങ്ങി എത്ര മനോഹരമായി കടന്നു പോകുന്നു. അതേ ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാതെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇതാ ഭഗവാന് നിവേദ്യമായി അതേ ആ തിരുനാമ്പുകള്, ആ ദൈത്യങ്ങള്, ആ പ്രകാശങ്ങൾ പരത്തിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങള് ഈ സായം സന്ധ്യയില്. നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമം അനുസരിച്ചായിരുന്നു ഇത്തവണത്തെ മത്സര വള്ളംകളി. ഇടക്കുളം, കൊറ്റാത്തൂർ, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നിവർ ഏറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം. എ ബാച്ച് ഫൈനലിൽ കോയിപ്രം പള്ളിയോടം മന്നം ട്രോഫി ജേതാക്കളായി. മത്സര വള്ളംകളിയോടനുബന്ധിച്ച് നടന്ന വിവിധ ചടങ്ങുകളിൽ മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് പള്ളിയോടം സേവാസംഘം പ്രസിഡന്റ് സാംബദേവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.